തിരുവനന്തപുരം പട്ടത്ത് ഫർണിച്ചർ ഗോഡൌണിലുണ്ടായ തീയണച്ചു. മെത്തയും ചുരൽ കസേരകളും അടക്കം സൂക്ഷിച്ചിരിക്കുന്ന ഗോഡൌണിലാണ് തീപിടുത്തമുണ്ടായത്. ഫയർഫോഴ്സിന്റെ 7 യൂണിറ്റുകളെത്തിയാണ് തീയണച്ചത്. 20 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായെന്നാണ് പ്രാഥമികമായ നിഗമനം. തിരുവനന്തപുരം പ്ലാമൂട് ഫർണിച്ചർ ഷോപ്പിൽ വൻ തീപിടുത്തമുണ്ടായി. ജോയി ഫർണിച്ചേഴ്സിന്റെ ഗോഡൌണിലാണ് രാവിലെ 10 മണിയോടെ തീപിടുത്തമുണ്ടായത്. മെത്തയും ഫർണിച്ചറും ചൂരൽ സാധനങ്ങളുമാണ് ഇവിടെ കൂടുതലായും സൂക്ഷിച്ചിരുന്നത്. ഗോഡൌണിൽ സ്റ്റോർ ചെയ്തിരുന്ന വസ്തുക്കൾ പൂർണ്ണമായും കത്തി നശിച്ചു. 20 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമുണ്ടായെന്ന് ഷോപ്പ് ഉടമ ജോയി പറഞ്ഞു. തീപിടുത്തത്തിന് പിന്നിൽ സാമൂഹ്യ വിരുദ്ധരാണെന്ന് ജോയി ആരോപിച്ചു. ആരോ തീ ഇട്ടതാണ്. അവിടെ കറണ്ടൊന്നുമില്ല. ഗോഡൌൺ ആയതുകൊണ്ട് അങ്ങനെ വെറുതെ ഇട്ടിരിക്കുകയായിരുന്നു. സാധാരണ ഇതിനു മുമ്പ് കത്തിയിട്ടുള്ളതല്ല, രാത്രിയിലാണ് കത്തിയിട്ടുള്ളത്. കടയ്ക്കകത്ത് മെത്തയും കസേരയും കസേരകൾ, ഊഞ്ഞാലുകൾ, ഇങ്ങനെ ഓണക്കച്ചവടത്തിന് വേണ്ട ഒരു 10-20 ലക്ഷം രൂപയുടെ സാധനങ്ങൾ അതിനകത്തുണ്ടായിരുന്നു. ബാക്കിൽ നിന്ന് ആരെങ്കിലും കത്തിച്ചാൽ മാത്രമേ കത്തുള്ളൂ, അല്ലാതെ കത്താൻ വേറെ മാർഗ്ഗമൊന്നുമില്ല. കടയുടെ മുന്നിലൂടെ കടന്നുപോയപ്പോഴാണ് തീയും പുകയും കണ്ടതെന്ന് ദൃക്സാക്ഷി പറഞ്ഞു. തീയും പുകയൊക്കെ കണ്ടാണ് തീ ഇവിടുത്തെ ഉണ്ടാകുന്ന ആരൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ അന്വേഷിക്കുമ്പോൾ കോട്ടേഴ്സിൻ്റെ നമ്മുടെ സ്റ്റാഫ് കോട്ടേഴ്സ് തീ പിടിക്കുന്നതാണ് ആദ്യം നമുക്ക് കിട്ടിയ റിപ്പോർട്ട്. പിന്നെ അവിടെ നിന്ന് ഓടി ഇവിടെ വരുമ്പോൾ കോട്ടേഴ്സിലല്ല, കോട്ടേഴ്സിൻ്റെ സമീപത്ത് അനാവശ്യമായിട്ടുള്ള ഫർണിച്ചർ ഡം ചെയ്തിരിക്കുന്ന ഗോഡൗണിലാണ് തീപിടുത്തം പിന്നീടാണ് മനസ്സിലാവുന്നത്. അപ്പോൾ തീ നല്ല രീതിയിൽ ആളി പടരുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ഇവിടുന്ന് കുറച്ച് മീറ്റർ മാറി മെയിൻ റോഡിൽ നിൽക്കുമ്പോൾ തന്നെ അസഹനീയമായ ചൂട് അനുഭവപ്പെടുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അത്രയ്ക്കും തീ ആളി പടരുന്ന ഒരു അവസ്ഥയുണ്ടായി. 7 ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിയാണ് തീ അണച്ചത്. മെത്തകൾ ഉൾപ്പെടെ കത്തിയതിനെ തുടർന്ന് ശക്തമായ പുകയാണ് പ്രദേശത്ത് ഉയർന്നത്. അവധി ദിവസമായതിനാൽ ഗോഡൌണിനുള്ളിൽ തൊഴിലാളികൾ ഇല്ലായിരുന്നു. തീപിടുത്തമുണ്ടായ ഉടൻ സമീപത്തെ കെട്ടിടത്തിലുണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും സുരക്ഷിത സ്ഥലത്തേക്ക് നാട്ടുകാരും പോലീസും ചേർന്ന് മാറ്റിയിരുന്നു. ഗോഡൌണിന് പുറത്തേക്ക് തീ പടരാത്തതിനാൽ വൻ അപകടമാണ് ഒഴിവായത്. ഫയർഫോഴ്സും പോലീസും വിശദമായ അന്വേഷണം ആരംഭിച്ചു. ജനം, തിരുവനന്തപുരം.